എല്ലാവർക്കും നമസ്കാരം. നമ്മൾ താങ്ക് യു. നമ്മളിന്ന് ആക്ച്വലി ഡിസ്കഷൻ ചോദ്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് ഫിലോസഫി ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി. ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വചിന്തയാണ്. അതിൻ്റെ ഒരു ആമുഖമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണ്. നമ്മൾ നേരത്തെ സ്നേഹത്തെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഫിലിയോ, സ്റ്റോഗെ, അഗാപ്പെ, ഈറോസ് എന്നിങ്ങനെ പല പദങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഗ്രീക്ക് ഭാഷയിലുണ്ട്. അതിലൊരു വാക്കാണ് ഫിലിയോ. ഫിലിയോ എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്. സോഫിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. നമ്മൾ ഹാഗിയ സോഫിയ, ഹാഗിയ എന്ന് പറഞ്ഞാൽ ഹോളി എന്നാണ്, വിശുദ്ധ ജ്ഞാനം, അതാണ് ഹാഗിയ സോഫിയ. സോഫിയ എന്ന് നമ്മുടെ ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഒരു ബാച്ചിൻ്റെ പേരായിരുന്നു ഗ്ലോറിയസ് സോഫിയ. അപ്പോൾ സോഫിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. ഫിലിയോ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. ഫിലിയോ അധികം സോഫിയ ആണ് ഫിലോസോഫിയ. അതാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടുള്ള സ്നേഹം. ജ്ഞാനത്തെ സ്നേഹിക്കൂ എന്ന് ശലോമോൻ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ ജ്ഞാനത്തെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ നീ ഒരു ഫിലോസഫറായി മാറൂ എന്നാണ്. അപ്പോൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണ് എന്ന് നിങ്ങൾ വിചാരിക്കാതെ ജ്ഞാനത്തോടുള്ള സ്നേഹം എന്നാണ് ഫിലോസഫി എന്നതിൻ്റെ അർത്ഥം. കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും അനേക യൂണിവേഴ്സിറ്റികളിലും സെമിനാരികളിലും ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെയാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ കിട്ടിയിട്ടുള്ളത്. ആമുഖങ്ങൾക്കോ മുഖവരുകൾക്കൊന്നും ആവശ്യമില്ലാത്ത ഡോക്ടർ പ്രൊഫസർ KM ഫ്രാൻസിസ്. അദ്ദേഹത്തെ നിങ്ങൾ മിക്കവർക്കും നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് യോഗ്യതകളൊക്കെ ഞാൻ ഇന്ന് പറയാൻ തുടങ്ങിയാൽ ഇന്നത്തെ ക്ലാസ് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഫ്രാൻസിസ് സാറിനെ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഇന്ന് മാത്രമല്ല, വേറെ 3 ക്ലാസ് അദ്ദേഹം ഈ ബാച്ചിൽ എടുക്കുന്നതായിരിക്കും. സോ ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി ഫിലോസഫി പഠനത്തിൻ്റെ ആവശ്യം, ക്രിസ്തീയ ദൈവശാസ്ത്രവുമായി ഫിലോസഫിക്കുള്ള ബന്ധം എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് സാറ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. സാറിൻ്റെ മൈക്ക് മ്യൂട്ടാണ്. സാറേ, മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ. ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് അനുരൂപമായ വിധത്തിൽ തത്വചിന്ത ആവശ്യമുണ്ട് എന്ന് അംഗീകരിച്ചതിന് തന്നെ ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയാണ്. പല സെമിനാരി വിദ്യാർത്ഥികൾക്ക് പോലും ഈ തത്വചിന്ത വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ആവശ്യമുണ്ടോ എന്ന് അവര് സംശയിക്കുകയാണ്. അതിന്റെ കാരണം തത്വചിന്തയെ ലളിതമായി പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകളില്ല എന്നതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ മാത്തമാറ്റിക്സ് കുട്ടികൾക്ക് എന്തുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ട്? അത് വിഷയത്തിന്റെ മാത്രം പ്രശ്നമല്ല, ആ വിഷയം അവതരിപ്പിക്കുന്നവരുടെ കൂടി പ്രശ്നമാണെന്നാണ് ഞാൻ ഓരോ കൊല്ലം ചെല്ലും തോറും മനസ്സിലാക്കി വരുന്നത്. അതുപോലെ ഇപ്പോ ഞാൻ ബൈബിളിലെ ഒരു വചനം ഞാൻ ആദ്യം ഉദ്ധരിക്കാം. ഉദാഹരണത്തിന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അവ രൂപരഹിതമായിരുന്നു. മലയാളത്തിലെ വിവർത്തനം ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് വാസ് ഫോംലെസ്. അപ്പോ നിസ്സാരമായൊരു വാക്കാണ് രൂപരഹിതം. പക്ഷെ ആ രൂപരഹിതം എന്ന വാക്ക് ഹൈലി ലോഡഡ് ആയിട്ടുള്ള, വളരെ കട്ടിയുള്ള ഒരു വാക്കാണ് ആ രൂപം എന്ന വാക്ക്. അതുപോലെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും, ഇപ്പൊ നേരത്തെ ഷിബു പാസ്റ്റർ ഫിലമോൻ എഴുതിയ കത്തില് നിങ്ങൾ ജ്ഞാനത്തെ സ്നേഹിക്കൂ, അങ്ങനെ ആ വാക്ക് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ റിലേറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവാണ് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് തരിക. ജ്ഞാനത്തെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫിയുടെ നിർവചനമാണെന്ന് നമുക്ക് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അതിനാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്പോ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്,
ഞാൻ ഇത് ഒരു കൽപ്പനയായിട്ടല്ല പറയുന്നത്, ഞാൻ ഇത് ഒരു അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അപ്പൊ കൃത്യം തത്വശാസ്ത്രത്തിലെ ലോയും ഒപ്പീനിയനും തമ്മിലുള്ള, ട്രൂത്തും ഒപ്പീനിയനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവുന്നവർക്കാണ് വിശുദ്ധ പൗലോസ് പറയുന്ന ഈ വചനത്തിന്റെ ഗ്രാവിറ്റി, അതിന്റെ കട്ടി, തൂക്കം മനസ്സിലാവുക. സ്ത്രീകളെ കുറിച്ചും ബ്രഹ്മചര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് എനിക്ക് കർത്താവിൽ നിന്ന് കൽപ്പനയൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. അപ്പോ വളരെ നിസ്സാരം എന്ന് തോന്നാവുന്ന വചനത്തിന്റെ അകത്തും നിറയെ തത്വശാസ്ത്രം നിറച്ചു വെച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തത്വചിന്ത മനസ്സിലാകുന്നില്ല എങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെടേണ്ടി വരുന്നത് തന്നെ. ഈ ഒരു ആമുഖത്തോടു കൂടി ഞാൻ ആദ്യം എന്താണ് തത്വചിന്ത എന്ന് പരമ്പരാഗതമായ ആ നോഷന്, അതിന്റെ കാഴ്ചപ്പാടിനെ ഒന്ന് വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ തത്വചിന്തയുടെ എറ്റിമോളജിക്കൽ മീനിങ് ആണ് ഷിബു പാസ്റ്റർ നമ്മോട് പറഞ്ഞത്, ഫിലോസോഫി, ജ്ഞാനത്തോടുള്ള സ്നേഹം, അങ്ങനെയാണ് ആ വാക്ക് നിർവചിച്ചു വന്നത്. പക്ഷെ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അത് പഴയകാല പുസ്തകങ്ങളുടെ ടൈറ്റിലായിട്ട് തന്നെ കൊടുത്തിരുന്നു, ദ റേരും നെയ്ച്ചോറ. ദ റേരും നെയ്ച്ചോറ എന്ന് പറഞ്ഞാല് പ്രകൃതി വസ്തുക്കളുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തില് തത്വചിന്തകന്മാര് മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത്. എന്താണ് പ്രകൃതിയിലെ വസ്തുക്കളുടെ സ്വഭാവം? ആ സ്വഭാവത്തെ കുറിച്ചുള്ള അറിവാണ് പിന്നീട് ശാസ്ത്രശാഖയായിട്ട് ഓരോ വ്യത്യസ്ത ശാസ്ത്രശാഖയായിട്ട് വളർന്നു വന്നത്. ഇപ്പോ MA കഴിഞ്ഞാല്, മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞാൽ ലോകത്തിലെമ്പാടും പിന്നെ അതാത് വിഷയങ്ങളില് ഡിഗ്രി കൊടുക്കില്ല. MA എക്കണോമിക്സ് കഴിഞ്ഞാലും MA ഇംഗ്ലീഷ് കഴിഞ്ഞാലും MA മലയാളം കഴിഞ്ഞാലും അതിനു മുകളിലുള്ള ഡിഗ്രി MPhil ആണ്, മാസ്റ്റർ ഓഫ് ഫിലോസഫി ആണ്. അതിനു മുകളിലുള്ള ഡിഗ്രി ഡോക്ടർ ഓഫ് ഫിലോസഫി ആണ്. അപ്പൊ എക്കണോമിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും സിറിയക്ക് ആയാലും ഒരേ ഒരു ഹയർ ഡിഗ്രി ഉള്ളു, അത് ഫിലോസഫിയിലാണ്. അതിന്റെ കാരണം എല്ലാ വിഷയങ്ങളും ഫിലോസഫിയിലേക്ക് ഉൾച്ചേരാണ്. അപ്പൊ അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ സ്വഭാവം എന്താണ്, നേച്ചർ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രീയമായി തത്വചിന്ത എന്ന് പറയുന്നതിന്റെ ഉള്ളടക്കം. അപ്പൊ ഈ ഉള്ളടക്കത്തില് അവര് മൂന്നായിട്ട് വസ്തുക്കളെ തിരിക്കുന്നുണ്ട്. ഒന്ന് പ്രകൃതി വസ്തുക്കള്, മാറ്റമില്ലാത്ത വസ്തുക്കളുണ്ട്. ഇപ്പോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇവയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കൊന്നും ഒരു മാറ്റത്തിനും വിധേയമാകാത്ത മെറ്റീരിയൽ ഗുഡ്സ് ആണ്. അതുപോലെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതെന്ന് നാം അവകാശപ്പെടുന്നു. തത്വചിന്തകന്മാര് ഗിവൺ എന്ന വാക്കാണ് നൽകപ്പെട്ടത്. ഇവിടെ അത് ഇവിടെ ഉണ്ട്, ഗിവൺ. അപ്പോ രണ്ട് രീതിയിലുള്ള അപ്രോച്ച് ആയാലും ആ വസ്തുക്കളുടെ സ്വഭാവം എന്ത്, വെള്ളത്തിന്റെ സ്വഭാവം എന്ത്, ആറ്റത്തിന്റെ സ്വഭാവം എന്ത്, കാറ്റിന്റെ സ്വഭാവം എന്ത്, ഗോളങ്ങളുടെ സ്വഭാവം എന്ത്, നക്ഷത്രത്തിന്റെ സ്വഭാവം എന്ത്, ഈ ഒരു പഠനമാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തേത് മനുഷ്യനിർമ്മിത വസ്തുക്കളുണ്ട്. ഇപ്പോ നീതി, ഇവിടെയാണ് നീതി എങ്ങനെയാണ് നിർവചിച്ചു വരിക. രാഷ്ട്രം, സമ്പദ് വ്യവസ്ഥ, ഇതൊക്കെ മനുഷ്യനിർമ്മിതിയാണ്. അത് എങ്ങനെ സൃഷ്ടിക്കണം. അതുപോലെ പിന്നെ മേശ, കസേര, കമ്പ്യൂട്ടർ, ഫോൺ, ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് ഇപ്പൊ ഡൽഹി ക്ഷേത്രത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നതാണ്, ഹേ മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. ഡൽഹി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗ്രീസിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഡൽഹി ക്ഷേത്രം. അതിന്റെ കവാടത്തിൽ, അവിടെയാണ് തത്വചിന്തയുടെ തർക്കങ്ങൾ നടന്നിരുന്നത്. ഹേ മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. അതാണ് ഇന്ത്യക്കാര് പറയും, ആത്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം.
അപ്പോ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ, അവന് ഒരു പ്രശ്നമുണ്ട്. അവൻ ദൈവം നൽകിയതും അവന്റെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടും മനുഷ്യ നിർമ്മിതവുമാണ്. അപ്പൊ മനുഷ്യനെ എടുത്തു നോക്കിയാല് ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണോ ഇപ്പുള്ള മനുഷ്യൻ എന്ന് ചോദിച്ചാൽ അല്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യനുണ്ട്, അതിന്റെ കൂടെ അവന്റെ പ്രവൃത്തി കൊണ്ട് അവൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വഭാവങ്ങൾ കൂടി അടങ്ങുന്നതാണ് ഒരു മനുഷ്യൻ. അപ്പോ മനുഷ്യൻ എന്ന ഒരു കാറ്റഗറി ഉണ്ട്, മനുഷ്യൻ നിർമ്മിതമായത് എന്നൊരു കാറ്റഗറി ഉണ്ട്, ദൈവം നമുക്ക് നൽകിയത് എന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇവയുടെയൊക്കെ അടിസ്ഥാന സ്വഭാവം എന്താണ്? ഇതാണ് തത്വചിന്തയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. അപ്പൊ അപ്പൊ തത്വചിന്ത ഈ സ്വഭാവങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നാണ് പിന്നീട് ഇന്ന് കാണുന്ന കോടാനുകോടി സിദ്ധാന്തങ്ങളും തിയറികളും ഇതൊക്കെ വികസിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ഞാൻ ഈ തത്വചിന്ത ഡെവലപ്പ് ചെയ്തതിൽ ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 3 വ്യക്തികളാണ്. അവരാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. ഇന്ന് നിലവിലുള്ള തിയറികളെ കുറിച്ച്, ഫിലോസഫിയെ കുറിച്ച് തത്വചിന്തകർ പറയുന്നത് ഇന്ന് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പ്ലാറ്റോയുടെ തിയറിയുടെ അപ്പൻഡിക്സ് ആണെന്നാണ് പറയുക. അപ്പോ നമുക്ക് ഈ ആധുനിക മോഡേൺ ഫിലോസഫി പഠിക്കണമെങ്കിലോ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണമെങ്കിലോ പ്ലാറ്റോയെ ആദ്യം പഠിക്കുക, എന്നിട്ട് പ്ലാറ്റോയുടെ മേലുള്ള വിമർശനങ്ങളും കൂട്ടിച്ചേർക്കലാണ് പിന്നെ ബാക്കി എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാറ്റോയുടെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കാതെ അരിസ്റ്റോട്ടലിനെയോ സോക്രട്ടീസിനെയോ മറ്റു ചിന്തകരെയോ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതില് പ്ലാറ്റോ പറഞ്ഞിട്ടുള്ള ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ആ ഉദാഹരണം മനസ്സിലാക്കിയാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കെട്ടഴിഞ്ഞു വരും. ഉദാഹരണം പറഞ്ഞാല് ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോ ഈ വചനം എന്ന വാക്ക് യഥാർത്ഥത്തില് സഭയുടെ പല ആദിമ സഭയിലെ പിതാക്കന്മാര്, ജസ്റ്റിൻ ദ മാർട്ടയർ പോലെയുള്ള പിതാക്കന്മാര് വചനം എന്താണ് എന്ന് കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വായിച്ചാൽ പോലും മനസ്സിലാകാത്ത വിധത്തില് വചനത്തിന്റെ അർത്ഥം ദുർവ്യാഖ്യാനിക്കപ്പെട്ടു പോയി. അപ്പോ എന്താണ് ഈ വചനം എന്ന വാക്ക് വരുന്നതിന്റെ പശ്ചാത്തലത്തില് എങ്ങനെയാണ് അതിലേക്ക് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ പ്ലാറ്റോയുടെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ആ ഉദാഹരണം ഇതാണ്. ഒരു ആശാരി, എല്ലാവർക്കും മനസ്സിലാവാൻ കേട്ടോ, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു ആശാരി ഒരു മരത്തെ ഒരു പ്രത്യേക യുക്തി ഉപയോഗിച്ച് അറേഞ്ച് ചെയ്താൽ, മേശ കിട്ടുന്നു. അപ്പൊ അതിൽ 4 ഭാഗമുണ്ട്: ആശാരി, മരം, ഒരു പ്രത്യേക യുക്തി, ഒരു ഓർഡർ. ആ ഓർഡറിലാണ് ഈ മരം അറേഞ്ച് ചെയ്യണത്. ആ ഓർഡറിൽ അറേഞ്ച് ചെയ്ത മേശ വരും. വേറെ ഓർഡറാക്കി മാറ്റിയാൽ അത് കസേരയാകും. വേറെ ഓർഡറാക്കി മാറ്റിയാൽ അത് വാതിലാകും. വേറെ ഓർഡറാക്കി മാറ്റിയാൽ അത് വീടായിട്ട് മാറും. അപ്പോ ആശാരി, മരം, ആ മരം അറേഞ്ച് ചെയ്യുന്ന ക്രമം, ഓർഡർ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലം, ഇതിനെ 4നെയാണ് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലൊക്കെ വിവരിച്ചത്. ആശാരി എന്ന് പറയുന്നതാണ് പ്രൈമൽ കോസ്, മരം എന്ന് പറയുന്നതാണ് മെറ്റീരിയൽ കോസ്. ആ യുക്തി, അതായത് അതിന്റെ അളവുകള്, അതിന്റെ റേഷ്യോ, ആ റേഷ്യോ എന്ന ഇതിൽ നിന്നാണ് പിന്നീട് റേഷണൽ, റീസൺ എന്ന വാക്കൊക്കെ രൂപം കൊണ്ടുവരുന്നത്. ഈ റേഷ്യോയിൽ നിന്നാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫോർമൽ കോസ്. ഫോർമൽ, ഇതിൽ നിന്നാണ് ഫോം എന്ന് പറയുന്ന വാക്കുണ്ടാവുന്നത്.
ഏറ്റവും അവസാനത്തെ മേശയാണോ, കസേരയാണോ, വീടാണോ, ബെഞ്ചാണോ, ഡെസ്കാണോ എന്നതിനനുസരിച്ച് അതിനെ വിളിക്കുന്ന പേരാണ് ഫൈനൽ കോസ്. അപ്പോ ഒരു ആശാരിയുടെ ആക്ടിവിറ്റീനെ 4ആക്കി തിരിക്കുകയാണ്. ആശാരിയാണ് പ്രധാന കാരണക്കാരൻ, മരമാണ് അതിലെ മെറ്റീരിയല്. ആ മെറ്റീരിയലിന് ആശാരി ഒരു ക്രമം കൊടുക്കുകയാണ് ഒരു യുക്തി ഉപയോഗിച്ചിട്ട്. ആ യുക്തി ഉപയോഗിച്ചിട്ട് ക്രമം കൊടുക്കുമ്പോഴാണ് വ്യത്യസ്ത വസ്തുക്കൾ ആശാരി സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് അവര് പ്രപഞ്ച സൃഷ്ടിയെ വ്യാഖ്യാനിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ഫർണിച്ചർ ഉണ്ട്. ആ ഫർണിച്ചർ മുഴുവൻ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ക്രമം അതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പിന്നെ നമുക്ക് കിട്ടുക എന്താണ്? കുറെ മരത്തിന്റെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ചെതറി കിടക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കയോസ്. അപ്പൊ കയോസില് ഫോം ഇമ്പോസ് ചെയ്യുമ്പോഴാണ് അതിന് ഓർഡർ ഉണ്ടാവുന്നത്. ആ ഓർഡർ ഉണ്ടാവുമ്പോഴാണ് ബ്യൂട്ടി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് സൗന്ദര്യം ഉണ്ടാവുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട വചനാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അവ രൂപരഹിതം ആയിരുന്നു. രൂപരഹിതമായിരുന്ന ജലോപരിതലത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇതിന് രൂപവും ഭാവവും കൊടുത്തു. അങ്ങനെ ഇത് ഭംഗിയുള്ള ക്രമമുള്ള ഒരു പ്രപഞ്ചമായിട്ട് മാറി. ഇതാണ് കയോസ് ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചിന്ത. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഒരു കോടതിയില് കുറെ പേര് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഉടൻ തന്നെ ജഡ്ജി അവിടെ ഇരുന്നിട്ട് പറയും ഓർഡർ, ഓർഡർ. അങ്ങനെ ജഡ്ജി പറയുന്നതിന്റെ അർത്ഥം എല്ലാവരും ഇവിടെയുള്ള ആ റീസൺ, ആ ലോ അനുസരിക്കൂ എന്നാണ്. അപ്പൊ ആ ലോ അനുസരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ ആ സ്വരങ്ങളൊക്കെ ഇല്ലാതാകും. അതിനൊരു ബ്യൂട്ടി വരും. അപ്പൊ ഒരാൾ പറയുന്നു, മറ്റൊരാൾ കേൾക്കുന്നു, വാദപ്രതിവാദം നടക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓർഡർ, റീസൺ, കയോസ്, ഫോം, ഇതൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത് അതിനൊക്കെ ഒരു ശാസ്ത്രീയവൽക്കരിക്കപ്പെട്ട രൂപമാക്കി മാറ്റിയതാണ് പ്ലാറ്റോ തന്റെ ഗ്രന്ഥങ്ങളിലൂടെ ചെയ്തത്. അതാണ് പിന്നീട് അരിസ്റ്റോട്ടിൽ ഡെവലപ്പ് ചെയ്തത്. പിന്നെ വന്ന എല്ലാ ചിന്തകന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ചെയ്തത് വസ്തുക്കളെ കുറിച്ചുള്ള ഈ അടിസ്ഥാന ചിന്ത. അവര് പറഞ്ഞ എല്ലാ വസ്തുക്കളുടെ അകത്തും ഇങ്ങനെ ഒരു റീസൺ ഉണ്ട്. ഇപ്പൊ വെള്ളം, അതിനകത്ത് ഒരു റീസൺ ഉണ്ട്, ആ റേഷ്യോ ഉണ്ട്. എന്താണ്? 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പൊ ലോകത്തിലെ ഏത് വസ്തു എടുത്തു നോക്കിയാലും ആ വസ്തുവിന്റെ ഇന്നർമോസ്റ്റ് സെൽഫില് കിടക്കുന്ന യുക്തിയാണ് ഈ ആ വസ്തുവിന്റെ ഭംഗിയും ക്രമവും അതിന്റെ എല്ലാ തരം ഫലങ്ങളും അതിന് നൽകുന്നത് അതിനകത്ത് കിടക്കുന്ന യുക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ യുക്തി അത് അവര് കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുക്തിക്ക് മാറ്റമില്ലാന്ന്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൊച്ചുകുട്ടിക്കാലം മുതൽ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പറയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥത്തില് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന് പറയുന്നത് ഒരു തത്വചിന്താ വാചകമാണത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതറിയണമെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു വൃത്തം എടുക്കുക. ഞാനിപ്പോ ട്രിനോമെട്രി ആണ് കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് മാത്തമാറ്റിക്സില്, കുട്ടികൾക്ക് പഠിപ്പിച്ചു തുടങ്ങാനാണ്. അപ്പോ ഈ ട്രിനോമെട്രിയില് വൃത്തത്തില് ഒരു വൃത്തത്തിന്റെ അകത്ത് 360 ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വൃത്തായാലും സൂര്യനെ പോലുള്ള വൃത്തായാലും അത് 360 ഡിഗ്രിയാണ്. അതിന് മാറ്റമില്ലേ? അത് 50,000 കൊല്ലങ്ങൾക്ക് മുൻപ് 360 ഡിഗ്രിയാണ്, 50,000 കൊല്ലങ്ങൾക്ക് ശേഷവും 360 ഡിഗ്രിയാണ്. അപ്പൊ ഇന്നും 360 ഡിഗ്രിയാണ്, ഇന്നലെയും 360 ഡിഗ്രിയാണ്,
ലോകാവസാനം വരെയും 360 ഡിഗ്രിയാണ് എന്ന് പറയുന്ന ആ വാചകത്തെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ദൈവം അന്നും ഇന്നും വരാനിരിക്കുന്ന യുഗങ്ങളിലും ഒരേപോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനാണ് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പക്ഷെ ഈ തിയറി, ഈ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ദൈവശാസ്ത്രജ്ഞന്മാരല്ല. അത് ആത്മീയമായിട്ട് അത് തത്വചിന്തയിൽ നിന്നാണ് ഈ പ്രാർത്ഥന. കാരണം ആദ്യകാല ക്രിസ്ത്യാനികളില് വലിയൊരു വിഭാഗവും നല്ല ജ്ഞാനമുള്ള തത്വചിന്തകരായിരുന്നു. അവരാണ് നമുക്ക് അടിത്തറ പണിത് തന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഇത് ഷെയ്ക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരതിനെ പിന്തുടർന്നിട്ടുള്ളത്. അപ്പൊ ഈ തെർത്തുല്യനും ജസ്റ്റിൻ ദ മാർട്ടയറും അവരെ പോലെയുള്ള സെന്റ് അഫ്രൈമും ഇവരൊക്കെ ഒരേ സമയം ദൈവത്തെ കുറിച്ച് അറിയാം, അതേസമയം അവർക്ക് പ്രകൃതിയിലെ വസ്തുക്കളെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും നല്ല അവഗാഹമുണ്ട്. അതിന്റെ ഏറ്റവും ക്ലൈമാക്സിൽ നിൽക്കുന്ന ആളാണ് വിശുദ്ധ പൗലോസ്. പൗലോസിനെ എന്താ പറയാ, ഗ്രീക്ക് തത്വചിന്ത മനഃപ്പാടമാക്കിയത് കൊണ്ടാണ് ഇത്ര സുഖമായിട്ട് ബുദ്ധിയുള്ള ആൾക്കാരെ അദ്ദേഹത്തിനെ മാനസാന്തരപ്പെടുത്താനും അവരെ ഗണത്തിലേക്ക് കയറ്റാനും ഈവൻ റോമിനെ പോലും സ്വാധീനിച്ചെടുക്കാൻ കഴിഞ്ഞത് റോമൻ തത്വചിന്തകരെ മുഴുവൻ തോൽപ്പിക്കാനുള്ള ശക്തി പൗലോസിന്റെ ലേഖനങ്ങൾക്ക് ഉണ്ട് എന്നതാണ്. ഇപ്പൊ ഷിബു പാസ്റ്റർ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞിരുന്ന ഒരു വാചകം, വിശ്വാസം വഴി കൃപയാലത്രേ നാം രക്ഷ പ്രാപിക്കുന്നത്, അത് നമ്മുടെ പ്രവൃത്തി മൂലമല്ല, അത് നാം നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമായി നൽകിയതാണ്. അപ്പൊ വിശുദ്ധർ എന്ന് നമുക്ക് സ്വയം ബോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ റോമാക്കാരായിട്ടുള്ള തത്വശാസ്ത്ര തർക്കത്തിന്റെ ഇടയിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള മനുഷ്യനെ കുറിച്ചുള്ള എന്താണ് നീതി, അതൊക്കെയാണ് പ്ലാറ്റോ പിന്നീട് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് പ്ലാറ്റോ ഡെവലപ്പ് ചെയ്ത ഈ ഫോം തിയറി, ഫോം എന്ന് വെച്ചാൽ രൂപം, ആ രൂപം ആണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളില് ഇതുപോലെ ഇന്നും ഇന്നലെയും നാളെയും ഒരുപോലെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ചോദ്യം. പ്രകൃതി വസ്തുക്കളുടെ അകത്ത് മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിലുണ്ടോ? അപ്പോ അവര് സത്യം എന്ന വാക്ക് ബൈബിളില് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോ പീലാത്തോസ് കളിയാക്കുന്നുണ്ട്, എന്താണ് സത്യം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, നിയമം മോശ വഴി ഉണ്ടായി, പക്ഷെ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ലോകത്തിലേക്ക് വന്നു. അപ്പോ ഈ സത്യം എന്നത് എന്താണ്? ഈ സത്യം എന്നത് ഈ ഫോമിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിലേക്ക് വരാൻ പറ്റുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പറഞ്ഞു H2O, വെള്ളത്തിനകത്ത് H2O ഉണ്ട് എന്ന് പറയുന്നത് മനുഷ്യൻ ബുദ്ധിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണോ, അതോ വെള്ളത്തിന്റെ അകത്ത് തന്നെ യഥാർത്ഥത്തില് നിലനിൽക്കുന്നതാണോ? ഇതാണ് ചോദ്യം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിക്കുണ്ട് എന്ന് പറയുന്നത് ന്യൂട്ടൺ ബുദ്ധി കൊണ്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒന്നാണോ, അതോ ഭൂമിയുടെ തന്നെ സ്വഭാവമാണോ? അപ്പോ ഈ ഫോം എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിൽക്കുന്ന മനുഷ്യനിലും പ്രകൃതി വസ്തുക്കളിലും ഉള്ള ആ യുക്തി, ആ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള യുക്തി. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു യുക്തി ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട് എന്ന് പറയുന്നവരാണ് സത്യമുണ്ടെന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയുന്നവര് പറയുന്നത് ഇതാണ്, അത് ഓരോ കാലത്തും അങ്ങനെ ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പൊ അതാണ് ഒപ്പീനിയൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ വിശുദ്ധ പൗലോസ് ഒപ്പീനിയൻ, ലോ എന്ന് പറയുമ്പോ നിയമം ആയിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല, ഞാൻ അഭിപ്രായം പറയണെന്ന് പറയുമ്പോ വിശുദ്ധ പൗലോസ് പറയാണ്, ഞാൻ സത്യത്തിലേക്കുള്ള യാത്രയിലുള്ള
ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം സത്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ ഇന്നും നാളെയും അതെന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. അതിനെ മാറ്റം വരാൻ പാടില്ല. അങ്ങനെ മാറ്റം വരുന്നത് എന്തല്ല, സത്യമല്ല. ഇപ്പൊ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ഈ നിരീശ്വരവാദികള് ഇപ്പൊ രവിചന്ദ്രനൊക്കെ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, മലയിലെ പ്രസംഗത്തിന്റെ ആ കോണ്ടെക്സ്റ്റില് പറയാണ്, മോശ നൽകിയിട്ടുള്ള നിയമത്തിൽ വള്ളി പുള്ളി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് യേശുവിന്റെ ഒരു വചനം. ഇങ്ങനെയാണ്, വള്ളി പുള്ളി ഞാൻ മാറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, സാബത്ത് നിയമം മാറ്റി, സർക്കംസിഷന്റെ നിയമം മാറ്റി, അങ്ങനെ അനേകം നിയമങ്ങള്, പിന്നെ എന്താണ്, ശുദ്ധീകരണത്തിനുള്ള ഇത് മാറ്റി. കാരണം യേശു തന്നെയാണ് ശുദ്ധീകരിക്കുന്നവൻ. അതുപോലെ അനേകം നിയമങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പൊ യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ നിയമത്തിന്റെ വള്ളി പുള്ളി മാറ്റില്ല എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിയമം എന്ന വാക്ക് പ്രത്യേകിച്ച് പുതിയ നിയമത്തില് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ട്രൂത്ത് എന്ന അർത്ഥത്തിലാണ്. ട്രൂത്ത്, ഞാൻ സത്യത്തിന് മാറ്റം വരുത്തില്ല. അപ്പൊ മോശ പറഞ്ഞ നിയമത്തില് രണ്ടു ഭാഗമുണ്ട്. എന്താണ്? ചിലത് ഉള്ള നിയമത്തെ, ദൈവിക നിയമത്തെ കണ്ടെത്തിയതുണ്ട്. രണ്ട്, മോശ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ ട്രഡീഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ ദൈവം നൽകിയിട്ടുള്ള നിയമങ്ങള് മോശക്ക് വെളിപ്പെട്ട് കിട്ടിയത് മോശ പറയുന്നതിനെ മാറ്റില്ല. എന്നാൽ മോശയും സമൂഹവും കൂടി ഉണ്ടാക്കി വെച്ച നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പുതിയ നിയമത്തിന്റെ നിർവചനം അനുസരിച്ച് നിയമം എന്നല്ല പറയാൻ പറ്റുക, അതിനെ കസ്റ്റംസ്, അവിടെ നിലവിലിരുന്ന ആചാര രീതികള്, അവയൊന്നും നിയമല്ല, അത് ആചാര രീതികളാണ്. പക്ഷെ ആ നിയമം പോലെ തന്നെയാണ് അവർ കണക്കാക്കിയിരുന്നത്. പ്രശ്നമില്ലല്ലോ, സംസാരിച്ചൂടെ? കണ്ടിന്യൂ, സോറി. അപ്പൊ അവര് അതിനെ നിയമം പോലെ തന്നെയാണ്, എഴുതുമ്പോ എല്ലാം നിയമമാണ്. സർക്കംസിഷൻ നടത്തണം, അത് നിയമമായിട്ടാണ്. ഇനി സാബത്ത് ശനിയാഴ്ച ദിവസം വേണം, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊക്കെ നിയമമായിട്ടാണ്. അല്ലെങ്കിൽ അനേകം പാത്രങ്ങള്, അവയുടെ ക്ഷാളനങ്ങള്, ഇതൊക്കെ നിയമം പോലെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഇതൊന്നും ദൈവിക നിയമങ്ങളല്ല. അതാണ് യേശു ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, മാതാവിനും പിതാവിനും ബഹുമാനിക്കണം എന്ന നിയമം ഉണ്ടാക്കിയ നിങ്ങൾ തന്നെ അതിനെ നള്ളിഫൈ ചെയ്യുന്ന വിധത്തിൽ വേറൊരു നിയമം ഉണ്ടാക്കിയിട്ട് അത് ദൈവിക നിയമം എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ പഠിപ്പിച്ച് കൊണ്ട് നടക്കുകയാണ്. അപ്പോ നിയമം എന്ന വാക്ക് പുതിയ നിയമത്തില് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഫിലോസഫിയിൽ കിടക്കുന്ന ട്രൂത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അത്രയ്ക്ക് ഒരിക്കലും മാറ്റം വരാത്ത നിയമം എന്ന അർത്ഥത്തിലാണ് ഇവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് ജസ്റ്റിസ് എന്ന ഒരു വാക്ക് നമുക്ക് എടുക്കാം. ശരിക്കും പഴയ നിയമത്തില് ജസ്റ്റിസ് എന്ന വാക്കില്ലേ. പഴയ നിയമത്തില് കിടക്കുന്നത് റൈറ്റസ്നെസ് എന്ന വാക്കാണ്. റൈറ്റസ്നെസ് എന്ന വാക്കിന്റെ അർത്ഥം നിയമം അനുസരിക്കുന്നവൻ എന്നാണ്. അപ്പോ അല്ലാതെ നീതി എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വരുന്നത് പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിലാണ്. എന്താണ് നീതി എന്ന ചോദ്യം ചോദിച്ച് ഉത്തരം വരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം, പുതിയ നിയമം വായിക്കുമ്പോൾ പലർക്കും ജൂവിഷ് കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് ഈ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാല് പഴയ നിയമത്തിന്റെ അർത്ഥതലത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം കെട്ടുപാടുകളായിട്ട് നമ്മൾ ഈ പഴയ നിയമം തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം. അപ്പോ റൈറ്റ് എന്ന് പറഞ്ഞാല്
ഇംഗ്ലീഷ് ഭാഷയില് നിയമം എന്നാണ് അർത്ഥം. നിയമം അനുഷ്ഠിക്കുന്നവൻ നീതിമാൻ എന്ന അർത്ഥത്തിലാണ് പഴയ നിയമത്തില് മുഴുവൻ എഴുതി വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം വളരെ വിശാലമാണ്. അത് സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തെയും സ്പർശിക്കുന്നതാണ്. അത് ഞാനിപ്പോ ചർച്ച ചെയ്യണില്ല, നമുക്ക് വേറൊരു ദിവസത്തിലേക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പുതിയ നിയമത്തിലെ വാക്കുകള് 99% ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ്. അതില് സത്യം ഉണ്ട് എന്ന അർത്ഥത്തില് ആ സത്യം എന്താണ് സത്യം? അങ്ങനെയാണ് അവസാനം ഈ ജസ്റ്റിൻ ദ മാർട്ടയർ കണ്ടെത്തണ എല്ലാ യുക്തിയെയും പ്രസവിക്കുന്ന മാതൃയുക്തി ഏത്? ഇതാണ് അവരുടെ ചോദ്യം. എല്ലാ യുക്തിയും എവിടെ നിന്നുണ്ടാവണു? ഒരു ഉദാഹരണം പറഞ്ഞാല് നിങ്ങള് ഗുണനപ്പട്ടിക എടുക്കുക. ഗുണനപ്പട്ടിക അത് കൃത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുണനപ്പട്ടികയില് നമ്മളാകെ 1 തൊട്ട് 10 വരെയുള്ള ഗുണനങ്ങളെ പഠിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ലക്ഷം ഇൻറ്റു 10 ലക്ഷം ഇൻറ്റു 100 ലക്ഷം ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, ഗുണിക്കണമെങ്കിൽ ഈ 10 വരെയുള്ള ഗുണനപ്പട്ടിക മതി. ഈ ഗുണനപ്പട്ടികയിൽ നിന്നാണ് എല്ലാ ഗുണനങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതുപോലെ പലതും ഉണ്ട്, ഞാൻ അതിന്റെ എക്സാമ്പിളിലേക്ക് കടക്കണില്ല. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ യുക്തിയും പ്രസവിച്ചു വരുന്ന ഒരു കേന്ദ്ര യുക്തി ഉണ്ടോ എന്നുള്ളതാണ് ഗ്രീക്കുകാർ അന്വേഷിച്ചിരുന്നത്. അവരോടാണ് വിശുദ്ധ യോഹന്നാൻ പറയണേ, ആ കേന്ദ്ര യുക്തിക്ക് അവർ കൊടുത്ത പേരാണ് ലോഗോസ്. എന്നാൽ അരിസ്റ്റോട്ടലിന്റെ തന്നെ വേറൊരു പുസ്തകത്തിൽ ലോഗോസ് എന്ന് വെച്ചാൽ വാചകം എന്ന പ്രസംഗത്തിലെ വാചകം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വചനത്തെ കാണുന്നത് വാചകം എന്ന അർത്ഥത്തിലാണ്. വചനത്തെ യഥാർത്ഥത്തില് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത് ഗ്രീക്കുകാരോടുള്ള മറുപടിയാണ്. ഗ്രീക്കുകാരുടെ ചോദ്യം, ഒറിജിനൽ ചോദ്യം ഇതാണ്: പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലുള്ള സത്യം എന്താണ്? ഇതാണ് ആ ചോദ്യം. ആ മാതൃസത്യമാണ് യേശുക്രിസ്തു എന്ന് അവതരിപ്പിക്കാനാണ് വിശുദ്ധ യോഹന്നാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം ഈ തിരുനാളിന്റെ ദിവസം അവനെ ഗ്രീക്കുകാർ തേടി വന്നു. അത് വെറും ഒരു വാചകല്ല. ഗ്രീസിലെ സകലമാന തത്വചിന്തകരും ഒരുമിച്ച് യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന പോലെ നമ്മൾ നോക്കണം. എന്താണ് ചോദിക്കുന്നത്? ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത് ഇതാണ്: പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും ഒരു യുക്തിയുണ്ട്. ആ യുക്തിക്ക് ഒരു മാതൃയുക്തിയുണ്ട്. ആ മാതൃയുക്തി ഏതാണ്? അത് ഇവനാണോ എന്ന് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. ആ കേന്ദ്രം, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, അതാണ് ഈ കോസ്മോസിന്റെ കേന്ദ്രം. ക്രിസ്തുവാണ്. അവനിലൂടെയാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത്. അവനിലൂടെയല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഗുണനപ്പട്ടിക എടുത്താൽ നമുക്ക് പറയാം, ഗുണനപ്പട്ടികയിലൂടെയല്ലാതെ ലോകത്തിൽ ഒന്നും ഗുണിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവിലാണ് എല്ലാ യുക്തിയും അടങ്ങിയിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ വസ്തുക്കളുടേതായാലും വ്യക്തികളുടേതായാലും മാൻമെയ്ഡ് മനുഷ്യനിർമ്മിത സംവിധാനങ്ങളുടെ ആയാലും കേന്ദ്രയുക്തി ആരാണ്? അതാണ് ജസ്റ്റിൻ ദ മാർട്ടയർ യേശുവിനെ വിളിച്ചത് ലോഗോസ് സൂപ്പർമാറ്റിക്കോസ് എന്നാണ് വിളിക്കുന്നത്. സർവപ്രപഞ്ചത്തിന്റെയും യുക്തിയുടെ അടിസ്ഥാന കേന്ദ്രമാണ് യേശുക്രിസ്തു. അപ്പൊ ആദ്യം ഈ പ്രപഞ്ചത്തിലെ പരിശുദ്ധാത്മാവിനെ, ഇപ്പൊ പഴയ നിയമം വായിക്കുമ്പോ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ്? പിതാവും പരിശുദ്ധാത്മാവും മാത്രമാണ് ഈ സൃഷ്ടിയുടെ വിവരണത്തിൽ നമുക്ക് കാണുന്നുള്ളൂ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അവ രൂപരഹിതമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ജലോപരിതലത്തിന് മേൽ വസിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു 40-ാമത്തെ വയസ്സിലൊക്കെ ചിന്തിച്ചിരുന്നത് പുത്രൻ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഗ്രീക്ക് തത്വചിന്ത പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പിതാവ്
ഈ പ്രപഞ്ചത്തെ ഈ പരിശുദ്ധാത്മാവിന് സൃഷ്ടിക്കണമെങ്കിൽ ഈ പുത്രനിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത്. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രൊലോഗിലെ കിടക്കണ സെൻട്രൽ മെസ്സേജ്. അവനിലൂടെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ പിതാവിനും പുത്രനും മധ്യസ്ഥരായി ലോക സൃഷ്ടിയിൽ പുത്രനുണ്ട്, ലോകത്തിനെ രക്ഷിക്കുമ്പോ പുത്രനുണ്ട്, ലോകത്തിലെ പരിപാലിക്കുമ്പോ പുത്രനുണ്ട്. അങ്ങനെയാണ് അവൻ സർവറ്റിലും എല്ലാറ്റിലും അവൻ നിലനിൽക്കുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മുടെ ആദിമ സഭാപിതാക്കന്മാര് എത്തിച്ചേർന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വരുന്നത് എവിടെ നിന്നാണ്? വസ്തുവിനെ കുറിച്ചുള്ള അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രീക്ക് തത്വചിന്തയിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവിലേക്ക് വരാനുള്ള ഒരു വഴി ഉണ്ടാക്കിയിട്ടത് ഈ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലാണ്. കാരണം ഇത് മനസ്സിലാക്കണ്ട, യേശുക്രിസ്തുവിനെ കണ്ടു, തൊട്ടു, അനുഭവിച്ചു. അടുത്തത് എന്ന് പറയുന്നത് മനസ്സിലാക്കലാണ്. മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. എന്നാലാണ് പ്രഘോഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്റെ മാത്രം രക്ഷയാണെങ്കിൽ എനിക്ക് കണ്ടു, തൊട്ടു, അനുഭവിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മിണ്ടാതെ വീട്ടിലിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ലോകം മുഴുവന്റെയും രക്ഷ നേടണമെന്നുള്ളത് എന്റെ രക്ഷയുടെ കൂടി ഭാഗമായതുകൊണ്ട് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ എല്ലാ ടൂളും ഞാൻ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആദിമ സഭാപിതാക്കന്മാര് ഇത് പഠിച്ച് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിനെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തരാം. കാരണം ഇത് കേൾക്കുമ്പോൾ വളരെ രസകരമാണെങ്കിലും ഇതിനെ കണക്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഞാൻ പോലും ഇത് എന്റെ അധ്വാനം കൊണ്ടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എന്നേക്കാൾ മിടുക്കന്മാര് അധ്വാനിച്ചിട്ട് കിട്ടാത്തതാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തരുന്നത്. കാരണം ഷിബു പാസ്റ്റർ ആരംഭത്തില് പറഞ്ഞ പോലെ എന്റെ യോഗ്യതയാണെന്ന് അവകാശപ്പെടാനായിട്ട് യാതൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെയുള്ള ഒരാളിലാണ് ദൈവം ഇത് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കേൾക്കുക എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്നെ കേൾക്കരുത്, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം ഇതെന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന്. ഇത് തത്വചിന്തയാണെങ്കിൽ പോലും ഇതൊരു സ്കൂൾ വിഷയമല്ല, അല്ലെങ്കിൽ കലാലയത്തിലെ വിഷയമല്ല. ഇത് ദൈവത്തിന്റെ വിഷയമാണിത്. അതാണ് ഫിലമോനുള്ള ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ജ്ഞാനത്തെ സ്നേഹിക്കൂ. അപ്പൊ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ഞാനൊരു ഉദാഹരണത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ആ ഉദാഹരണം ഇതാണ്. ആശാരി മരത്തെ ഒരു യുക്തി ഇൻഫ്യൂസ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഒരു കസേരയായി മാറി. വേറൊരു യുക്തിയായപ്പോ ആ മേശയായി മാറി. അതിനെ വിളിക്കുന്ന ആദ്യത്തെ ആശാരി പ്രൈമൽ കോസ്, ആദികാരണം. മരം വസ്തുകാരണം. അതിന്റെ ക്രമീകരണ യുക്തി, ഓർഡർ ഓഫ് അറേഞ്ച്, ഫോർമൽ കോസ്. ആ ഫോം എന്നുള്ള വാക്കിന്റെ മലയാള അർത്ഥാണ് രൂപം. അവസാനാണ് ഫൈനൽ കോസ്, അത് നമ്മുടെ റിസൾട്ട്. അപ്പൊ ദൈവം എന്ന ആശാരി ഈ പ്രപഞ്ചത്തിലെ യേശുക്രിസ്തു എന്ന യുക്തി ഇൻഫ്യൂസ് ചെയ്തപ്പോ കിട്ടിയതാണ് ഈ മനോഹരമായ പ്രപഞ്ചം. അങ്ങനെയാണ് ഈ മനുഷ്യൻ, അല്ല പറയണ മനുഷ്യന്റെ ഛായ ഏതാണ്? അതാ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ഛായയാണ്. കാരണം കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ സൃഷ്ടാവിന്റെ സമ്പൂർണ്ണ പ്രതിച്ഛായയാണ്. അപ്പൊ കെ എം ഫ്രാൻസിസ് ആയാലും ഷിബു പാസ്റ്റർ ആയാലും ഇവിടെ ഇരിക്കുന്ന സുജിത്ത് ബ്രദർ ആയാലും എല്ലാവരുടെയും ഛായ ഏതാണ്? അത് ക്രിസ്തുവിന്റെ ഛായയിലാണ് നമ്മള് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ മഹത്വത്തിന്റെ സമ്പന്നതയിലും ദൈവം നമ്മെ പങ്കാളിയാക്കിയിരിക്കുകയാണ്. ആ സമ്പന്നത എന്ന് പറഞ്ഞാല് ഓരോ വസ്തുവിന്റെ അകത്തെ സമ്പന്നത ഇന്നലെയും ഇന്നും നാളെയും മാറാതെ നിലനിൽക്കുന്ന ഒരു യുക്തിഘടനയാണ്. ആ യുക്തിഘടന എല്ലാറ്റിൻ്റെ ഉള്ളിലുണ്ട്. അത് മനുഷ്യന്റെ ഉള്ളിലുണ്ട്, സമൂഹത്തിന്റെ ഉള്ളിലുണ്ട്, കുടുംബജീവിതത്തിന്റെ ഉള്ളിലുണ്ട്,
അതിനെയാണ് നിയമം എന്ന പേരില് ശാസ്ത്രജ്ഞന്മാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമത്തെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. അത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയാണ്. അതിനൊരിക്കലും മാറ്റമുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സത്യം ഉണ്ടോ ഇല്ലയോ എന്നതാണ് തത്വചിന്തകന്മാരുടെ ഇടയിലുള്ള ചോദ്യം. നിരീശ്വരവാദികൾ പറയുന്നത് അങ്ങനെ ഒരു സത്യമില്ല, അഭിപ്രായങ്ങൾ മാത്രമേയുള്ളൂ. ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ 21ാം നൂറ്റാണ്ടിനെ വിളിക്കുന്നത്. പോസ്റ്റ് ട്രൂത്ത് ഇറ. അപ്പൊ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാല് സത്യം വരിച്ചു. സത്യം വരിച്ചാൽ പിന്നെ ബാക്കിയുള്ളത് എന്താ? അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പൊ അഭിപ്രായങ്ങൾ മാത്രമുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആർക്കാണോ മാസ് മീഡിയ ഉള്ളത്, ആരാണോ കൂടുതൽ ഉറക്കെ സംസാരിക്കുന്നത്, ആരുടെ കയ്യിലാണോ പത്രങ്ങൾ ഉള്ളത്, അവരാണ് സത്യത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ട്രൂത്ത് ഈസ് ക്രിയേറ്റഡ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു ക്രിസ്തുവിന്റെ മുമ്പില് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് 21ാം നൂറ്റാണ്ടില്. എന്താണോടോ സത്യം? അങ്ങനെ ഒരു സാധനമില്ല. അപ്പൊ നമ്മൾ ഒറിജിനലി ഒരു തരം രക്തസാക്ഷികളാണ്. കാരണം ഈ സമൂഹത്തിന്റെ മുമ്പില് സത്യമുണ്ട് എന്ന് പറയും തോറും നമ്മൾ വെറുക്കപ്പെട്ടവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മോഡേൺ യുഗത്തിന് അന്നും ഇന്നും ഏതാണോ പ്രബലമായ ഒപ്പീനിയൻ, ഞാൻ വാക്ക് വീണ്ടും ഉപയോഗിക്കുകയാണ്, ഒപ്പീനിയൻ, ആ പ്രബലമായ ഒപ്പീനിയനെ സത്യമായിട്ട് എടുക്കുകയാണ്. അതല്ലേ കയ്യാഫാസ് പറയുന്നത്, ജനക്കൂട്ടം നശിക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദം ഈ ഒരുവൻ മരിക്കുന്നതാണ്. അതിലെ വാചകങ്ങളൊക്കെ പൊളിറ്റിക്കലും എക്കണോമിക്കലും സോഷ്യലും ലോഡഡ് ആണ്. അപ്പൊ ഈ ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്ക്, അപ്പൊ ഈ ഒരു യുക്തി, പ്രപഞ്ചത്തിന്റെ അകത്തുള്ള യുക്തിയുടെ കേന്ദ്രമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ എല്ലാ യുക്തിയും, കുടുംബത്തിന്റെ യുക്തിയും രാഷ്ട്രത്തിന്റെ യുക്തിയും നമ്മുടെ എക്കോണമിയുടെ യുക്തിയും എന്തിന്റെ യുക്തി നിങ്ങൾ എടുത്തു നോക്കിയാലും മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ ഇടയിലും ദൈവനിർമ്മിത വസ്തുക്കളുടെ ഉള്ളിലും കിടക്കുന്ന അടിസ്ഥാന യുക്തി മാറ്റമില്ലാത്തതാണ്. അതിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ ഒന്നായി തീരുമ്പോഴാണ് കുടുംബത്തിന് ഓർഡർ വരുന്നത്, സൊസൈറ്റിക്ക് ഓർഡർ വരുന്നത്, രാഷ്ട്രത്തിന് ഓർഡർ വരുന്നത്. ഇങ്ങനെയാണ് സഭാപിതാക്കന്മാര് ഇത് പഠിപ്പിച്ചു വെച്ചത്. കാലം ക്രമേണ നമ്മൾ ഈ ഭാഗം മറന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നത്തില്, നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഈ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? ഈ ഗ്രീക്ക് തത്വചിന്തയിലേക്ക് കൂടി വരണമെങ്കിൽ ഈ എങ്ങനെയാണ് പുതിയ നിയമത്തിന് അത് അങ്ങനെ വരാൻ സാധിച്ചത്? ഞാൻ ഒരിക്കൽ ഷിബു പാസ്റ്ററുടെ പ്രസംഗം, ഒരു തർക്കം കേൾക്കുമായിരുന്നു. ഒരു 1.5 വർഷം മുൻപാണ്. ആ തർക്കം ഇതായിരുന്നു, ഷിബു പാസ്റ്റർക്ക് ഓർമ്മയുണ്ടാവും. തർക്കം ഇതാണ്, യേശു അരമായ ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പൊ എന്തുകൊണ്ട് ഗ്രീക്ക് ഭാഷയിലുള്ള ബൈബിള് മാത്രം ബാക്കി വന്നു, അരമായ ഭാഷയിലുള്ള ബൈബിളിന്റെ ബാക്കി പത്രം കിട്ടാതിരുന്നു? അന്ന് ഷിബു പാസ്റ്റർ പറഞ്ഞ ഉത്തരം എൻ്റെ മനസ്സിലുണ്ട്. ആ ഉത്തരം ഇതായിരുന്നു. ഒന്നാമത്തേതില് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതായത് ഈ തുകൽ ചുരുളുകളില് ഇത് പകർത്തി എഴുതണം. ഇതൊരു ലബോറിയസ് വർക്കാണ്. അത് എഴുതുക എന്ന് പറഞ്ഞാൽ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അത് ചെയ്യാനായിട്ട് ഗ്രീക്ക് സംസ്കാരത്തിനെ പറ്റിയിരുന്നുള്ളൂ, റോമക്കാർക്ക് പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഗ്രീക്ക് ഏരിയയില് ഇത് പ്രബലമായി വന്നത് എന്ന് ഷിബു പാസ്റ്റർ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അന്വേഷിച്ചു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന്. കാരണം ഇത് പറയുമ്പോൾ അന്നത്തെ ഷിബു പാസ്റ്റർ പറഞ്ഞതിന് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരും. ഇത് വരുന്നതിന്റെ വേറൊരു പശ്ചാത്തലം കിടപ്പുണ്ട്. അന്ന് ഷിബു പാസ്റ്റർ തന്നെ പറഞ്ഞതെന്ന് തോന്നുന്നു, ഹീബ്രു ഭാഷയില്
10,000 വാക്കുകളുള്ളൂ. ഗ്രീക്ക് ഭാഷയില് 80,000 വാക്കുകളാണ്. ഹീബ്രു ഭാഷയില് 10,000 വാക്ക്, ഗ്രീക്ക് ഭാഷയില് 80,000 വാക്ക്. ഹീബ്രു ഭാഷയിൽ ഇല്ലാത്തൊരു വാക്ക് പറയാൻ, കന്യക എന്ന വാക്ക് ഹീബ്രു ഭാഷയിലില്ലേ. ഹീബ്രു ഭാഷയിൽ അതില് സമാനമായിട്ട് കിടക്കുന്നത് യുവതി, തരുണി എന്നാണ്. തരുണി നമ്മൾ പറയില്ലേ, തരുണി മണി എന്ന് നമ്മൾ പറയുന്ന ആ തരുണി എന്ന വാക്കിന് സമാന്തരമായ പദമാണ് ഈ ഹീബ്രു ഭാഷയിൽ കിടക്കുന്നത്. അപ്പൊ ഹീബ്രു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക അസാധ്യമാണ്. എന്ന് പറഞ്ഞാൽ ആ ഭാഷയ്ക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ലേ. അവരുടെ റിജിഡിറ്റി, അതായത് യഹൂദന്മാരുടെ റിജിഡിറ്റി അവരുടെ ശാസ്ത്രത്തിലുണ്ടായിരുന്നു. ഇന്ന് അവർ മാറി എന്ന് പറയുന്നത് ഇന്നത്തെ യഹൂദമതം ക്രിസ്ത്യനൈസ്ഡ് യഹൂദന്മാരാണ്. അല്ലാതെ ട്രഡീഷണൽ യഹൂദന്മാർ കുറച്ചുണ്ട് എങ്കിലും ഹൈലി ക്രിസ്ത്യനൈസ്ഡ് യഹൂദന്മാരാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോ അന്ന് ഗ്രീക്ക് ഭാഷ വികസിച്ചിരുന്നത് കൊണ്ട് അതില് കന്യക എന്ന പദമുണ്ട്. കാരണം വിർജിൻ സങ്കല്പം യഹൂദന്മാർക്കില്ല. യഹൂദന്മാർക്ക് കന്യക എന്ന് പറഞ്ഞാല് അതിനാൽ തന്നെ തെറ്റായ ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് അവരുടെ ഭാഷാപ്രയോഗങ്ങളിലോ അവരുടെ കവിതകളിലോ ഒരു സ്ഥലത്തും കന്യക കാണാൻ പറ്റില്ല. എന്നാൽ ഗ്രീക്ക് മതത്തിന്റെ അകത്ത് കന്യക കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ അദീനി ദേവി കന്യകയാണ്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം അവർക്കുള്ളത് കൊണ്ട് അവരുടെ ഭാഷയിൽ ആ വാക്കുണ്ട്. അപ്പൊ ഹീബ്രു ബൈബിൾ പരിശോധിച്ചാൽ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നതാണ്. ഗ്രീക്ക് ബൈബിള് നോക്കിയാല് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നതാണ്. ഇനി ഹീബ്രു ബൈബിള് പരിശോധിച്ചാൽ ഏദൻ തോട്ടം എന്ന് കാണും. ഗ്രീക്ക് ബൈബിൾ പരിശോധിച്ചാൽ പറുദീസ എന്ന് കാണും. വ്യത്യാസം കണ്ട അതിന്റെ വാക്കുകൾ. ഇത് ഞാൻ 1-2 വാക്കുകൾ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഇത് ശരിക്കും അന്വേഷിച്ച് പഠിച്ചാൽ ആയിരക്കണക്കിന് വാക്കുകൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടെത്താൻ കഴിയും. ചില പ്രയോഗങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു ഗ്രന്ഥം വായിച്ചപ്പോ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും ആദ്യം എഴുതിയ ബുക്ക് വിശ്വാസ വെളിച്ചം എന്ന് പറഞ്ഞിട്ടൊരു ചാക്രിക ലേഖനാണ്. അതിന്റെ ആദ്യത്തെ 2 അധ്യായം ബെനഡിക്ട് 16-ാമൻ്റെയാണ്. അതിലാള് എഴുതിയിട്ടുണ്ട് ഈ സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അതിൽ നിന്നാണ് ഈ യേശു മുഴുവൻ എല്ലാ കൊട്ടേഷൻസും പറയുന്നത് സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷനിലാണ്. ആ സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഗ്രീക്കോ ജൂവിഷ് മതാന്തര സാംസ്കാരിക സംവാദമാണ് ആ ട്രാൻസ്ലേഷനിലൂടെ തന്നെ നടക്കുന്നത്. അത് കുറേയധികം പ്രശ്നങ്ങളിലേക്കും സഭകളെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. കുറെ നേട്ടങ്ങൾ ഉണ്ടായതിനോടൊപ്പം തന്നെ കുറെ കോട്ടങ്ങളുണ്ട് അതിനകത്ത്. അതിലൊരു കോട്ടം ഞാൻ പറയാം. അതിനു മുൻപ് ഇത് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഇവിടെ ഈ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ ഇവര് ഗ്രീക്കുകാരുടെ അടിമകളായി മാറി എന്നതിനൊരു ദൈവനിയോഗമുണ്ട്. ഇവര് റോമക്കാരുടെ അടിമകളായിട്ട് മാറി, അതിനൊരു ദൈവനിയോഗമുണ്ട്. കാരണം ഇവരിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ ദൈവം വെളിപ്പെടാനിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്ന് തന്നെ ഇവര് ക്രമേണ ഇവരില് ചിലർക്ക് മനസ്സിലായി വരുന്നത്. അതിൽ പെട്ട ഒരാളാണ് പൗലോസ്ലീഹ. ഒരു ഉദാഹരണം പറഞ്ഞാല് ഗ്രീക്ക് ചിന്തയനുസരിച്ചിട്ട് എല്ലാ നിയമങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. ജൂവിഷ് ചിന്ത അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ലേ, അതൊക്കെ പുറത്താണ് എഴുതിയിട്ടുള്ളത്, കല്ലിൽ. അപ്പൊ ദൈവിക കൽപ്പനകൾ എഴുതിയിട്ടുള്ളത് കല്ലിലാണോ അതോ മനുഷ്യന്റെ ഹൃദയത്തിലാണോ?
ഒരു വലിയ ചോദ്യമാണ്. അതായത് കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, മാതാവിനും പിതാവിനും ബഹുമാനിക്കണം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നീ സ്നേഹിക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? അത് ഹീബ്രു ചിന്ത അനുസരിച്ച് ആ ദൈവം കല്ലുമ്മ എഴുതി കൊടുത്തു എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിലാണ് അവരിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു എന്തെന്ന്? എല്ലാ നിയമങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പോ ഇത് തത്വചിന്തകരാണ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്ക് കണ്ടു തന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ആരെ മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തു എന്ന ആ വ്യക്തിത്വത്തിന്റെ ബഹുമുഖമായിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇവരിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്കത് കണ്ടുമുട്ടാൻ കഴിയുന്നുള്ളൂ. അപ്പോ യേശു പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടും. ജോയൽ പ്രവാചകന്റെ പ്രവചനത്തിലുണ്ട്, അക്കാലത്ത് നിന്റെ മാംസളമായ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൽപ്പനകള് രേഖപ്പെടുത്തും. അപ്പോ നിയമങ്ങൾ മുഴുവൻ അകത്താണോ അതോ പുറത്താണോ? ഇതാണ് ചോദ്യം. അപ്പോ ഈ ഒരു ചോദ്യം പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള തർക്കമാണ്. പ്ലാറ്റോയുടെയും സോക്രട്ടീസിന്റെയും ചിന്ത അനുസരിച്ച് പഠനം എന്നാൽ എന്താണ്? ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചത് ഓർമ്മിച്ചെടുക്കുക, റീകളക്ഷൻ. നമ്മുടെ എല്ലാ ആരാധനയിലും പറയുന്ന ഒരു വാചകമുണ്ട്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഓർമ്മിച്ചെടുക്കുക. ഏതാ ഓർമ്മിച്ചെടുക്കണ്ടേ? ഈ KM ഫ്രാൻസിസ് ഇവിടെ ഇരിക്കുമ്പോഴും എന്റെ ഉള്ളില് ആദിയിൽ ദൈവം സൃഷ്ടിച്ചത് മുതൽ ഇന്നേ ദിവസം വരെ ദൈവം ലോകത്തിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ സ്നേഹപ്രവൃത്തിയുടെയും ഒരു ചരിത്രം എൻ്റെ ഉള്ളില്, എൻ്റെ പിതാമഹന്മാരിലൂടെയും ചരിത്രത്തിലൂടെയും എൻ്റെ ദൈവസൃഷ്ടിയിലൂടെയും എൻ്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളതിനെ യേശു ക്രിസ്തുവിന്റെ മുന്നിൽ നിർത്തി നമ്മൾ ആരാധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അത് ഓർമ്മപ്പെടുത്തി തരുന്നത്. അപ്പോ മനുഷ്യ സൃഷ്ടി, രക്ഷ ഇപ്പോ നിലനിർത്തുന്നത് എല്ലാറ്റിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരുന്നു എന്ന അർത്ഥത്തിലാണ് സഭാപിതാക്കന്മാര് അതിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ വേർഡ് ഉണ്ട്. എൻ്റെ അറിവ് വെച്ച് അനാമിനേസിസ് എന്ന് വെച്ചാല് ഓർമ്മ ആചരിക്കുക. അപ്പൊ വെറുതെ ഒരു പുരുഷന്മാർ വാക്ക് അനാമേസിസ്, അത് വെറും സിംപിളി നമ്മുടെ ഓർമ്മ എന്ന അർത്ഥത്തിലല്ല, അത് ദൈവത്തിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ സമ്പൂർണമായ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഓർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തില് ആരാധനയില് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഗ്രീക്ക് ചിന്തയുടെ പശ്ചാത്തലം ഉണ്ടാവണം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ എഴുതി വെച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൽപ്പന ദൈവത്തിന് കല്ലിൽ എഴുതേണ്ടി വന്നതിന്റെ കാരണം നിങ്ങൾക്ക് ആ ഹൃദയത്തിലുള്ള കൽപ്പന വായിക്കാൻ പറ്റാതായപ്പോഴാണ്. അപ്പോ ഇത്തരം കാര്യങ്ങള് കൃത്യമായിട്ട് സഭയിലെ ആദിമ പിതാക്കന്മാർക്ക് മനസ്സിലായിട്ടുള്ളതിന്റെ ഏറ്റവും പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് തത്വചിന്തകര് കണ്ടെത്തി വെച്ച ഇത്തരം പശ്ചാത്തലത്തിലൂടെ അവര് യേശുവിനെ കാണാൻ ശ്രമിച്ചു. അതിലൂടെയാണ് നമുക്ക് ഇത്ര കാര്യങ്ങള്, പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരാൻ പറ്റിയിട്ടുള്ളത്. അതിലെ ഗ്രീക്ക് ചിന്തയ്ക്കുള്ള ചില തെറ്റുകള് നമ്മള് കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. അതും ഞാൻ ഇതിന്റെ കൂട്ടത്തില് പറയാണ്. അപ്പൊ യഥാർത്ഥത്തില് സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ദൈവത്തെ, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനുഷ്യനെ ഒരുക്കുന്ന
ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയിലെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞത്. ഗ്രീക്ക് ഭാഷ ഉണ്ടായിരുന്നില്ലെങ്കിൽ വേറൊരു ഭാഷയിലും ഈ ലോഗോസ് സൂപ്പർമാറ്റിക്കോസ് ഇല്ല, വേറൊരു ഭാഷയിലും ഇല്ല. അപ്പോ യോഹന്നാൻ ശ്ലീഹയ്ക്ക് യേശുവിനെ കുറിച്ച് പറയാൻ ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കേണ്ടി വന്നതിന്റെ കാരണം ആ ഭാഷയുടെ റിച്ച്നെസ് ആണ്. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയില് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരിലൂടെ ആ വിശ്വാസം മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ ഒരു നേർചിത്രം മനസ്സിലാക്കുക. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കാത്തലിക് ചർച്ച് വളരെയധികം കാര്യങ്ങള് ഈ സിറില്, അഫ്രേം മുതലായവരുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ലാറ്റിൻ ചർച്ച് പലതും ഇപ്പോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ രണ്ടും വായിക്കണ കാരണം എനിക്ക് അതിന്റെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അത് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയാണ് അതിനെ സൂക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചത്. അതിനിടയിൽ വന്ന രണ്ട് പാളിച്ചകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പാളിച്ച എന്താണെന്ന് വെച്ചാല്, ഈ ഗ്രീക്ക് ഫിലോസഫി അവര് ഉള്ളില് ഒരു യുക്തിയുണ്ട്, പുറത്ത് ഒരു ശരീരമുണ്ട്. അപ്പൊ ഈ ആത്മാവിനും ശരീരത്തെയും സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമേ ഗ്രീക്ക് ചിന്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ. ഫോമും ബോഡി, രൂപവും മാറ്ററും, അത് രണ്ടും കൂടി ആണ് പ്രപഞ്ചം ഉണ്ടായെന്ന് വന്നപ്പോ ഇത് രണ്ടായി നിലനിന്നു. അപ്പൊ അതുകൊണ്ട് പല തെറ്റുകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ലിറ്റർജിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് പറയും, കർത്താവേ, ഞാൻ അയോഗ്യനാണ്, ഞാൻ തീർത്തും അയോഗ്യനാണ്. അപ്പൊ മറുപടി പറയും, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് ശുദ്ധമാകും. ഇത് ശരിക്ക് ശതാധിപന്റെ പ്രാർത്ഥനയാണ് മകനെ സുഖപ്പെടുത്താൻ പറയുമ്പോൾ. അപ്പൊ പറയാണ്, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ മകൻ സൗഖ്യമുള്ളവനാകുന്നതാണ്. അതിനെ മാറ്റിയിട്ട് അവിടെ ആത്മാവ് സുഖപ്പെടുന്നതായി. അപ്പൊ ശരീരത്തിനോ? അപ്പൊ ശരീരത്തിനെ അവഗണിച്ചു. അതാണ് പിന്നീട് കുടുംബജീവിതത്തെ അവഗണിക്കാനും സെക്സിനെ രണ്ടാം തരമാകാനൊക്കെ പിന്നീട് വന്ന സഭയിലുണ്ടായിട്ടുള്ള അപരേഷന്റെ ഒരു കാരണം. ഈ പ്ലാറ്റോണിക് ഡൈക്കോട്ടമി തീർക്കാൻ നമ്മൾ പ്ലാറ്റോനെ ആരാധിക്കാൻ തുടങ്ങി. പ്ലാറ്റോനെ ഉപയോഗിക്കാനേ പാടുള്ളൂ. പ്ലാറ്റോ പൂർണ്ണമാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രാർത്ഥനകളും കൂടെ ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങി. ആത്മരക്ഷ. യേശു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ എൻ്റെ ശരീരം, നിങ്ങളുടെ ശരീരം ബലഹീനമാണ്. അപ്പൊ രക്ഷ ശരിക്കും വേണ്ടത് ഏതാണ്? നമ്മുടെ ശരീരത്തിനാണ്. ആത്മാവിൽ നമ്മൾ ചിന്തിക്കുന്നത്, ആത്മാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ശരീരം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലേ? അതല്ലേ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ നന്മ ഇച്ഛിക്കുന്നു, പക്ഷെ തിന്മ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഡൈക്കോട്ടമി പരിശുദ്ധാത്മാവാണ് തീർത്തു തരിക. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടും ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള ഫ്യൂഷൻ നൂറ്റാണ്ടുകളോളം ഡോമിനന്റ് ചർച്ചായ കാത്തലിക് ചർച്ച് ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അത് വത്തിക്കാൻ കൗൺസിൽ തുടങ്ങി അത് ഇങ്ങനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷെ ജനസാമാന്യത്തിലോ നേതാക്കന്മാരിലോ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ദുരന്തം. രണ്ടാമത്തെ ദുരന്തം, ഇത് അനേകം ഉണ്ടാവും പ്രശ്നങ്ങൾ. പ്ലാറ്റോണിക് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ആഹാസ് രാജാവിനോട് ദൈവം പ്രവാചകൻ പറയുന്നുണ്ട്, ശത്രുഘ്ന രാജാവ് ആക്രമിക്കാൻ വരുമ്പോ നീ പേടിക്കണ്ട, ദൈവത്തെ നീ വിശ്വസിക്കുക, നീ നിലനിൽക്കും. ഇതാണ് ഹീബ്രു ബൈബിളിലെ വാചകം. ദൈവത്തിൽ നീ വിശ്വസിക്കുക, നീ നിലനിൽക്കും, യു എക്സിസ്റ്റ്. അപ്പോ അവിടെ വിശ്വാസം, നിലനിൽപ്പ്, ജീവിതവുമായിട്ടാണ് റിലേറ്റ് ചെയ്യണത്. സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അതിലൊരു മാറ്റം വന്നു. നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, അപ്പോൾ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് അറിവ് എന്ന തരത്തിൽ എന്താക്കി ചുരുക്കപ്പെട്ടു. ദൈവത്തെ കൂടുതൽ അറിയുന്നവർക്ക് കൂടുതൽ വിശ്വാസമുണ്ട്. അപ്പൊ ദൈവശാസ്ത്രത്തില് ഞാൻ കാത്തലിക് തിയോളജി പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞു, എന്താണ്? ഫെയ്ത്ത് ഈസ് എ തിയോളജിക്കൽ കാറ്റഗറി. ദൈവശാസ്ത്രപരമായ ഒരു സംഭവമാണ് വിശ്വാസം. അപ്പോ ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ അമേരിക്കയില് ഉപയോഗിക്കാറുണ്ട് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ശരണപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ദൈവത്തിനുമായി ചേർന്ന് നിന്നാൽ ദൈവം പറയുന്ന പോലെ ഞാൻ കേൾക്കുകയാണെങ്കിൽ കർത്താവ് അരുൾ ചെയ്യുന്നത് നിറവേറ്റും എന്ന് വിശ്വസിച്ച ഞാൻ ഭാഗ്യവതി. ഇതാണ് മറിയം പറയുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, പ്രവാചകന്മാരോട് അരുൾ ചെയ്തിട്ടുണ്ട്, നീ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ എന്നേക്കുമായി നിലനിൽക്കും. ഇതാണ് അതിന്റെ അർത്ഥം ശരിക്കും. അതിനെ മാറ്റി വിശ്വാസം എന്ന് പറയുന്നത് അതിനെ വക്രീകരിച്ച് എന്താക്കി? ഇപ്പൊ നമുക്കറിയാം, വിശ്വാസം അതല്ലേ എല്ലാം. വെറുതെ അങ്ങോട്ട് വിശ്വസിക്കുക അതല്ല, അതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. അപ്പൊ ഒറിജിനലി വിശുദ്ധ ഗ്രന്ഥം തരുന്ന ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അപ്പനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഭാര്യയ്ക്കും ഭർത്താവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, പൗലോസ്ലീഹ ഭാര്യ ഭർത്തൃ ബന്ധത്തെയാണ് അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് കാണുന്നത്. കാരണം ഭാര്യയും ഭർത്താവിനെയും ഭർത്താവും ഭാര്യയെയും ട്രസ്റ്റ് ചെയ്യുന്നു, എന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന്. ആ ഒരു ട്രസ്റ്റാണ് ശരിക്കും വിശ്വാസം. ഗ്രീക്ക് ഫിലോസഫിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ അത് അറിവാണ് എന്ന രീതിയിൽ നമ്മൾ മാറ്റി, അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങി, കൂടുതൽ അറിവുള്ളവന് കൂടുതൽ വിശ്വാസം ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസം എന്നത് അല്ല, ഞാൻ പറയാ വിശ്വസ്തത, ട്രസ്റ്റ് ഇൻ ഗോഡ്, വി ട്രസ്റ്റ് എന്ന് അമേരിക്കൻ ജനത എഴുതി പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. ആ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കണേ. ആ തെറ്റിദ്ധാരണകളൊക്കെ ഗ്രീക്ക് ഫിലോസഫി എന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ 1 മണിക്കൂർ നേരത്തെ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഗ്രീക്ക് ഫിലോസഫിയിലൂടെ കണ്ടിട്ടാണ് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ മഹത്വം, അവന്റെ എന്താണ് യഥാർത്ഥ രൂപം ആദിപിതാക്കന്മാര് തിരിച്ചറിഞ്ഞത്. പക്ഷെ നമ്മൾ ഗ്രീക്ക് ഫിലോസഫിനെ ആരാധിക്കാൻ തുടങ്ങിയാല് ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കും. അതുകൊണ്ട് ആ ഫിലോസഫിനെ തന്നെ വീണ്ടും വളർത്താനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാവുക. അത് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എന്തായാലും ഇങ്ങനെ ഒരു ശ്രമം നടത്തിയതിന് ഞാൻ ഷിബു പാസ്റ്റർക്കും ഗ്ലോറിയസ് ഗോസ്പലിനും നന്ദി പറയാണ്. കാരണം
നല്ലൊരു അറ്റംപ്റ്റ് ആണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നിർത്താണ്. താങ്ക് യു. താങ്ക് യു ഫ്രാൻസിസ് സാർ. നമുക്ക് വളരെ മികച്ച ഒരു സെഷനാണ് കിട്ടിയത്. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് പല പ്രാവശ്യം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിന്റെ റെക്കോർഡിങ് അവൈലബിൾ ആണ്. നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുക, അത് ഗ്രഹിക്കുക. ഇനി 2 സെഷനൂടെ സാറിന്റെ ഈ ക്ലാസ് നമുക്കുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയ നിവാരണം മാറ്റാനും നമുക്കൊരു അവസരം കിട്ടും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും സാറ് 2 സെഷനൂടെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് താങ്ക്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു സാർ. ഓക്കെ. താങ്ക് യു.